ഇന്ത്യയിൽ തന്നെ ഒരു അബാൻഡൻ ഐലൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു സമയം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റലായിരുന്ന ഈ സ്ഥലം ഇന്ന് ഒരു സൈലൻറ്റ് ഐലൻഡായി മാറി. ഇതാണ് ആൻഡമാനുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ്. ഹലോ ഗൈസ്, വെൽക്കം ടു 4 സ്റ്റോറീസ്. നമ്മളിപ്പോൾ ആൻഡമാനുള്ള ഏറ്റവും ഹിസ്റ്റോറിക്കലായ ഒരു ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. പോർട്ട് ബ്ലെയറിൽ നിന്ന് അപ്രോക്സിമറ്റ്ലി ഒരു 15 to 20 മിനിറ്റ്സ് ബോട്ട് ജേർണി ആണ് ഇവിടേക്കുള്ളത്. ടിക്കറ്റ് റേറ്റ് ഒരു 100 to 200 റേഞ്ചിലാണ് വരുന്നത്. സമുദ്രത്തിന് നടുക്കിൽ ഇതുപോലെ ഒരു ഐലൻഡ് കാണുമ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. സൈലൻ്റ് ആയിട്ടും എന്തൊരു ഹിസ്റ്ററി പറയും പോലെ. ബ്രിട്ടീഷ് സമയത്ത് ആൻഡമാൻ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ ആയിരുന്നു ഇത്. ഇവിടെ ചർച്ച്, ബേക്കറി, ഹോസ്പിറ്റൽ, സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ടായിരുന്നു. പക്ഷേ 1941 ഒരു വലിയ എർത്ത് വന്നു. അതിനുശേഷം ജാപ്പനീസ് ആർമി ഇവിടെ കൺട്രോൾ എടുത്തു. പിന്നെ ഗ്രാജുവലി ഇവിടെ ഉള്ളവരെല്ലാം പോയി. ഐലൻഡ് അബാൻഡനായി. ഇന്നിവിടെ കാണുന്നതെല്ലാം ഒരു കാലത്തിൻ്റെ അവശേഷം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ഈ ഓൾഡ് ബ്രിട്ടീഷ് ബിൽഡിങ്സിൻ്റെ ഉള്ളിലൂടെയാണ്. മരങ്ങൾ ഇവിടെ ഫുൾ കൺട്രോൾ എടുത്തിട്ടുണ്ട്. റൂട്ട്സ് വാൾസിലൂടെ പുറത്തു വന്നു. ബിൽഡിങ്സിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്തിരിക്കുന്നു. നേച്ചർ വേഴ്സസ് ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണിത്. ഒരു സൈഡിൽ മനുഷ്യനുണ്ടാക്കിയ നഗരം ഇന്ന് അതിൻ്റെ നേച്ചർ തിരിച്ച് എടുക്കുന്നു. ഇവിടെ മാനും മയിലും എല്ലാം വിശാലമായി നടക്കുന്നത് കാണാം. മനുഷ്യർക്ക് പകരം ഇപ്പോൾ ഇവരുമാണ് ഇവിടുത്തെ ജീവിക്കുന്നത്. ടൂറിസ്റ്റ് സ്പോട്ടാണെങ്കിലും ഇതൊരു നോർമൽ പ്ലേസ് അല്ല. ഇതൊരു എക്സ്പീരിയൻസ് ആണ്, ഇതൊരു ഫീലാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു സ്ട്രേഞ്ച് സൈലൻസ് ഫീൽ ചെയ്യും. ഒരു സമയം ഇവിടെ ജീവിതം ഫുൾ ആക്റ്റീവായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഇന്നെല്ലാം എംപ്റ്റി ആയി നിൽക്കുന്നു. ടൈം എല്ലാം മാറ്റുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള വാഹനങ്ങളാണ് ഇതെല്ലാം ടിക്കറ്റ് എടുത്ത് കയറി പോകാനുള്ള വാഹനങ്ങളാണ്. 2-3 കിലോമീറ്റർ നടന്ന് കാണാനുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. പഴയ ബ്രിട്ടീഷ് ബിൽഡിങ്ങുകളും പഴയ കെട്ടിടങ്ങളെല്ലാം വേരുകൾ ആഴ്ന്നിറങ്ങി നശിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ആളുകളാണ് ഈ ഒരു സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് കാണാനായിട്ട് ഇങ്ങോട്ട് എത്തുന്നത്. റോസ് ഐലൻഡിൻ്റെ പേര് 2015 മറ്റോ ആണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറ്റി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാക്കിയത്. കാട് പിടിച്ച് കിടക്കുന്ന പഴയൊരു ക്ലബ്ബ് ആണിത്. ഇവിടെ ക്ലബ്ബ് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ബോർഡുകളും കാര്യങ്ങളും നമുക്ക് കാണാം. ഇതുപോലെയുള്ള നിരവധി കെട്ടിടങ്ങളാണ് ഈ ഒരു ഐലൻഡിലുള്ളത്. മയില് വിശാലമായി ഓടിയും പറന്നുമെല്ലാം നടക്കുന്നത് നമുക്ക് പലയിടത്തായിട്ട് കാണാം. മയിലുകളും അതുപോലെ മാനുമാണ് ഇന്ന് ഈ ഐലൻഡിൻ്റെ താമസക്കാർ. പഴയൊരു പള്ളിയാണിത്. നിറയെ പടവുകളുള്ള വിശാലമായ പഴയൊരു പള്ളി. ബ്രിട്ടീഷ് വാസ്തുവിദ്യയുടെ ആ രീതികളെല്ലാം ഈ പള്ളി പ്രകടമായി കാണാം. മേൽക്കൂരകളെല്ലാം നശിച്ചു പോയിരിക്കുന്നു. എങ്കിലും ആ ഒരു കെട്ടിടത്തിൻ്റെ ബാക്കി ശേഷിപ്പുകൾ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും. മരങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഈ ദേവാലയത്തിനെ ആകെ. ആ ദേവാലയത്തിൻ്റെ ചുവരുകളിൽ മരങ്ങൾ വലിയ കൊമ്പുകൾ, വേരുകൾ ഇറക്കി ആ ദേവാലയത്തെ മറികടന്നിരിക്കുകയാണ് വളർച്ചയിൽ. ഈ ദ്വീപിലാകെ ഇത്തരത്തിൽ സമാനമായ നിരവധി കാഴ്ചകൾ കാണാനാവും. ഒരു കാലഘട്ടത്തിൻ്റെ വലിയ ഒരു ശേഷിപ്പാണിതെല്ലാം. റോസ് ഐലൻഡ് ഇന്ന് വിജനമാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും സഞ്ചാരികളും വിവരവിശാൽ ഈ ഒരു ഐലൻഡ് വിജനമാണ്. ഇവിടെയുള്ള കുറച്ച് മാനുകളും മയിലുകളും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഈ റോസ് ഐലൻഡിൻ്റെ അവസാന ഭാഗം. പുതിയൊരു വീഡിയോയുമായി ആൻഡമാനിലെ അടുത്ത വിശേഷമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.